ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ദിന ഓട്ടപ്പാച്ചിലിൽ മലയാളികൾ. തൃക്കാക്കരയിൽ ഓണസദ്യ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും ലേബി സജീന്ദ്രൻ ചേരുന്നു. ലേബി, തൃക്കാക്കര ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ലേബി ഉള്ളത്. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട ചടങ്ങുകൾ, കുറച്ച് ദിവസമായി അവിടെ ഉത്സവം നടക്കുകയാണ്. ഇന്നിപ്പോൾ സദ്യയുമുണ്ട് അല്ലേ? ഉത്രാട സദ്യ കഴിക്കാൻ ആയിരങ്ങൾ എത്തുകയാണ്. ലേബി ഇപ്പോൾ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലാണുള്ളത്. ലേബി, കേൾക്കാമോ? ഞാൻ ചോദിച്ചത്, ഇന്നിപ്പോൾ സദ്യയുണ്ട്, കഴിഞ്ഞ കുറച്ച് ദിവസമായി അവിടെ ഉത്സവമാണ്. സ്മൃതി, ഇവിടെ 10 ദിവസത്തെ ഉത്സവമാണ്. ഓണം തുടങ്ങിയാൽ ഇങ്ങോട്ട് ഉത്സവത്തിന്റെ മേളം തന്നെയാണ്. സദ്യക്ക് എങ്ങനെയുണ്ട്? അടിപൊളി. പഴയടത്തിന്റെ സദ്യ. അതെ, പായസം നല്ലത്, സൂപ്പർ. പരിപ്പ് പായസം. സ്മൃതി, ഇവിടെ 4ാമത്തെ പന്തിയാണ്. എണീറ്റ് തുടങ്ങിയ ആളുകൾ അടുത്ത പന്തി ഇരിക്കാൻ പോകുന്നു. ഇവിടെ രാവിലെ മുതൽ വളരെ വിശേഷപ്പെട്ട ചടങ്ങുകളെല്ലാം നടക്കുകയാണ്. ഭഗവാന്റെ തൃക്കാൽ പതിഞ്ഞ മണ്ണെന്നാണ് തൃക്കാക്കരപ്പന്റെ സദ്യ ഉത്രാട ദിനത്തിൽ കഴിക്കുക എന്നത് ഓണത്തിന്റെ ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങായി കാണുന്നു. ക്ഷേത്രത്തിന്റെ ഭാരവാഹികളൊക്കെ ഇവിടെയുണ്ട്. ഇത്തവണ 12 കൂട്ടം ഉത്രാട സദ്യ വളരെ ഗംഭീരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പൊ 4 റൗണ്ട് കഴിഞ്ഞു. ഏകദേശം 3500-4000 പേരടുത്ത് കഴിച്ചു. എത്ര പേര് മൊത്തം വരും? മൊത്തം 9000-10000-ത്തിനാണ് നമ്മൾ ആളുകളെ ക്രമീകരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 15000 കഴിഞ്ഞ പ്രാവശ്യം വന്നു. ആ ക്രമീകരണങ്ങൾ തന്നെയാണ് പോണേ. കളമശ്ശേരി നഗരസഭയിലെ കൗൺസിലറായിട്ടുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. വനിതാ കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് സദ്യ വിളമ്പലൊക്കെ നന്നായി നടക്കുന്നുണ്ട്. ഉഷാറാണ്. സ്മൃതി, ഇവിടെ ഉത്രാട സദ്യയുടെ പ്രത്യേകത നേരത്തെയും നമ്മൾ പറഞ്ഞിരുന്നു. പഴയടത്തിന്റെ കലവറയൊക്കെ നമ്മൾ രാവിലെ കാണിച്ചതാണ്. ഇന്നലെ തന്നെ അതിന്റെ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞിരുന്നു. ഉത്രാട സദ്യ 10000 പേരെന്നൊക്കെ ഇവർ കണക്കാക്കുന്നുണ്ടെങ്കിലും 15000-ഓളം പേരൊക്കെ ഈ സദ്യക്ക് വരുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതിനൊക്കെ ഭക്ഷണമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഉത്രാട സദ്യ എന്ന് പറയുമ്പോൾ അത് തൃക്കാക്കരപ്പന്റെ സദ്യ തന്നെയാണ്. നാടിന്റെ നാനാഭാഗത്ത് നിന്നാണ് ഉത്രാട സദ്യ ഉണ്ടാൻ ആളുകൾ എത്തുന്നത്. ഉത്രാട സദ്യയൊക്കെ പഴവളത്തിന്റെ സദ്യയൊക്കെ അടിപൊളിയാണ് അല്ലേ? പായസമൊക്കെ നല്ല രുചിയാണ്. ശരി, അപ്പോൾ ഓണസദ്യ അവിടെ നടക്കുകയാണ്. 10 ദിവസവും അവിടെ ഉത്സവ പ്രതീതി തന്നെയാണ്. ഇന്നിപ്പോൾ രാവിലെ മുഖ്യമന്ത്രിയും അവിടേക്ക് എത്തിയിരുന്നു. ദേവി സേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഉള്ളിവില നിയന്ത്രിക്കാൻ അടിയന്തര